ആയിഷ, നിങ്ങൾക്ക് വേണ്ടി ഒരു ദുആയിരുന്നപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി എല്ലാ രാത്രിയിലും അവർക്ക് പുറത്തു കൊടുക്കണേ, അവർക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത രാവുകളില്ല ആയിഷ. എല്ലാ രാവുകളിലും എന്റെ ഉമ്മത്തിന് മഗ്ഫിറത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, റഹ്മത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കേട്ടത് ബഹുമാനപ്പെട്ട സിംസാറുൽ ഹക്ക് ഉസ്താദ് പറഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ആണ്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി എല്ലാ സമയത്തും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. നമ്മുടെ സലാമത്തിന് വേണ്ടി, ഉമ്മത്തികൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സമയത്തും ദുആ ചെയ്യുന്നു. രാത്രികളിലാണ് കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നത്. അത് നമുക്ക് മാതൃകയാണ്. രാത്രിയുടെ ദുആക്ക് ഫലമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും, ഉറപ്പായും നൽകുമെന്നുള്ള ഒരു സന്ദേശവുമാണ് നമുക്കിവിടെ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, മുത്തഅല്ലിമീങ്ങൾക്ക് ഏത് രീതിയിലാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നുപോലും അറിയാത്ത ചില വിഭാഗങ്ങളെ നമ്മൾ സമുദായത്തിൽ നമ്മുടെ ദീനിന് വേണ്ടി പണ്ഡിതന്മാർ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത്, അവർക്ക് വേണ്ടി അവർ പഠിക്കണം, അവർ നമുക്ക് എല്ലാ രീതിയിലും പറഞ്ഞു തരണം, നമ്മുടെ മക്കളവർ നന്നാക്കണം, പഠിപ്പിച്ച് എന്ന് കരുതി നമ്മൾ ചെയ്ത കാര്യമെല്ലാം വേസ്റ്റായി എന്നാണ് എനിക്ക് ഇവിടെ തോന്നുന്നത്. അതാണ് ഇവിടെ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന ഒരു ദുആ. ആ ദുആ കേട്ടതിന് ശേഷം നമ്മൾ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ, കാക്കണം ഞങ്ങളെ ബഹുമാനമുള്ളവരെ, ഒരു ദീൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 25 വർഷം പഠിക്കണം. മൊത്തം 25 വർഷം പഠിക്കണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, അറിഞ്ഞിട്ടുള്ളത്. ഈ 25 വർഷം പഠിക്കുന്ന ഈ സമയത്ത് ഇവർക്ക് നയാ പൈസയുടെ ചിലവ് ഇവർക്കോ ഇവരുടെ മാതാപിതാക്കൾക്കോ ഇല്ല. അതെല്ലാം നമ്മുടെ സമുദായം അതിനെ ഏറ്റെടുത്തും കൊണ്ട് പണക്കാരും പാവങ്ങളും എല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴും ഇവർക്ക് വേണ്ടി സഹകരിച്ചു കൊണ്ടേയിരിക്കും. എന്തിനാണ്? നമ്മുടെ പ്രതീക്ഷ ഇവർ നല്ല ഒരു പണ്ഡിതർ ആകണം, നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കാനും നമ്മുടെ പള്ളിയിൽ ജോലി ഏറ്റെടുക്കാനും ഇവരെ നമുക്ക് വേണമെന്നാണ് നമ്മെല്ലാവരും സഹായിക്കുന്നത്. പിരിച്ച് അവസാനം അവർ കാലണ്ടർ അടുപ്പിച്ച് വീടാന്തരം വരും. ആ മുത്താലിമിങ്ങളെ ആയ വീടാന്തരം അയച്ച് അവർ പിരിക്കാൻ തുടങ്ങും. എങ്കിലും എത്ര കൊടുത്താലും പിന്നെയും കാലണ്ടറിന് കൊടുക്കേണ്ടി വരും. അത് വീടാന്തരം ഒരു ഗതിയില്ലാത്ത രീതിയിൽ
ഇവരെ മുത്താലിമുകളെ കുട്ടി മുസ്ലിയാക്കന്മാർ ചെറിയ കുട്ടികളെ അയക്കുന്നതാണ് വീടാന്തരം. അതിൻ്റെ ആവശ്യം ഇപ്പോഴില്ല. ഒരുപാട് കളക്ഷനുകൾ പിരിവുകൾ ചെയ്യുന്ന പുതിയതായിരിക്കുന്ന രീതി വന്നിട്ടുണ്ട് സ്ഥാപനങ്ങൾക്ക് വേണ്ടി. ഗൂഗിൾ പേ പോലെയുള്ള സംവിധാനമുണ്ട്. അതല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ അയക്കുന്നവരുണ്ട്. എങ്കിലും ഈ ശീലിച്ച് പോയതിനെ ആവർത്തിക്കണമല്ലോ. ഇനി വരുന്ന തലമുറക്ക് അതിനെ കൈമാറാൻ വേണ്ടി ഇവർ കാലണ്ടർ വിറ്റാൽ ഇനി അതിൻ്റെ അവരുടെ കുട്ടികളും അവർ പഠിപ്പിക്കുന്ന കുട്ടികളും കാലണ്ടർ വിൽക്കണം. വിറ്റാലേ പടി കയറാൻ സാധ്യമുള്ളൂ എന്നുള്ള ഒരു സന്ദേശവും ആ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഇത്തരക്കാർ ചെയ്യുന്ന കാര്യം, ഇത്തരക്കാർ ആരോടാണ്, എന്തിനാണ് ഇതുപോലെയുള്ള പ്രാർത്ഥിക്കുന്നത്, ഇത്ര ആൾക്കാരെയും സംരക്ഷിച്ചതും അവർക്ക് പഠിപ്പിച്ചതും എല്ലാം വേസ്റ്റാണെന്ന് എനിക്ക് പറയാനുള്ളത്. വേസ്റ്റാണ്, മൊത്തം വേസ്റ്റാണ്. ആരെന്ത് പറഞ്ഞാലും ഇത് വേസ്റ്റായ കാര്യമാണ്. ഒരു മരണപ്പെട്ട ഒരു ആളെ പേരിൽ അദ്ദേഹത്തോട് നേരിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കഴിവുകൾ ഈ മരണപ്പെട്ടവർക്ക് കൊടുക്കുന്നു, ഔലിയാക്കൾ എന്ന് പറയുന്നവർക്ക് കൊടുക്കുന്നു എന്നും. ഔലിയ ആരാണെന്ന് ആർക്കറിയാം സഹോദര? ഔലിയ ആരാണെന്ന് ആർക്കറിയാം? ഔലിയ ആരാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയാം. ഔലിയാക്കൾ ആയവർക്ക് പോലും ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണ്. പിന്നെ ഇക്കാലത്ത് ആരാണ് ഔലിയ? ഈ കാലത്ത് പോലും ഔലിയ ആക്കി, ഔലിയ ചമഞ്ഞ്, അതുപോലെ ഖബറിനെ ചമയിച്ച് ലൈറ്റ് ഇട്ട് ഒരുപാട് ആൾക്കാരെ വിളിച്ചു കൂട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തതേ ഉള്ളൂ. ഇക്കാലത്തും ഈ മൊബൈൽ പിടിക്കുന്ന ഈ കാലത്തും മൊബൈലിൽ ഇല്ലാത്ത കാര്യമില്ല. എല്ലാ സമയത്തും പിന്നെ ഷൂട്ടിങ്ങാണ്. പിന്നെ ഇവർ ചെയ്യുന്ന ദുആക്കാവട്ടെ, അതല്ലെങ്കിൽ ഇവർ പറയുന്ന സ്വലാത്തിനോ ദിക്റിനോ ഓൺലൈൻ മജ്ലിസിനോ ഒന്നിനും ഫലം കിട്ടുകയില്ല. അള്ളാഹുവിൻ്റെ ഒക്കൽ നിന്ന് ഫലം കിട്ടാൻ സാധ്യതയില്ല. അതാണ് പറയാനുള്ളത്. അള്ളാഹുവിൻ്റെ ഒക്കൽ നിന്ന് ഇവർക്ക് ഫലം കിട്ടാൻ, അതിൻ്റെ പ്രതിഫലം കിട്ടാൻ, അതിൻ്റെ സവാബുകൾ കിട്ടാൻ സാധ്യമേ അല്ല. എന്ന് പറഞ്ഞാൽ ഓരോ സ്വലാത്തിനും അവിടെ യൂട്യൂബുകാർ അതിൻ്റെ കണക്കനുസരിച്ച് ഇവരെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിന് ആമീൻ പറയുന്നവരും അത് പ്രത്യേകമായി ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലത്തെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അവർ ഓൺലൈൻ മുഖേന ഇവർക്ക് പേ ചെയ്യുന്നു. ഇതെല്ലാം പണത്തിന് വേണ്ടിയല്ല ഇവർ സ്വലാത്ത് പറയുന്നത്. പിന്നെ എങ്ങനെ ഫലം കിട്ടാം? പണത്തിന് വേണ്ടിയാണോ ഇബാദത്ത്? പണത്തിന് വേണ്ടിയാണോ ഇബാദത്ത് ചെയ്യേണ്ടത്? എല്ലാം ഇബാദത്തല്ലേ. ദിക്റാണെങ്കിലും സ്വലാത്താണെങ്കിലും നമസ്കാരമാണെങ്കിലും എല്ലാം എന്ത് ചെയ്യുമ്പോഴും ഫുൾ ഷൂട്ടിങ്ങാണ്. ആ ഷൂട്ടിങ് പകർത്ത യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, ഇടുക. അപ്പോൾ അതിൻ്റെ ഫലമെല്ലാം ഇവിടെ ക്യാഷായിട്ട് വരുന്നുണ്ട്. പിന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എവിടെ നിന്ന് കിട്ടാനാണ്? അതുകൊണ്ട് ആരോട് എപ്പോഴും എങ്ങനെ ഏത് രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ ഈ പഠിക്കുന്ന ചെറിയ കുട്ടികൾ പിഞ്ചു പൈതങ്ങൾക്ക് എന്താണ് പഠിപ്പിക്കേണ്ടത് എന്ന് പോലും അവർക്ക് അതിൻ്റേതായിരിക്കുന്ന ഓർമ്മ ശക്തിയെ അള്ളാഹു തആല കൊടുക്കുന്നില്ല. അവർ തലച്ചോറന്നെ ഇല്ലാതെ ആക്കിയിരിക്കുകയാണ് പടച്ചവൻ. എന്ത് പറഞ്ഞാലും അത്രക്കും ഒരു ദ്രോഹമാണ്. എല്ലാ ഇബാദത്തുകളെയും ഇവർ ഷൂട്ട് ചെയ്ത് പുറത്തു വിടുന്നതാണ്. ഒരു പ്രസംഗമാകട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായ ഒരു നിക്കാണെങ്കിലോ ഓഫീഷ്യൽ കാര്യമാണെങ്കിലോ അതെല്ലാം ഒരു പ്രൂഫിന് വേണ്ടി നമുക്ക് ഷൂട്ടിംഗ് ആവശ്യമാണ്. ഇത് ഇബാദത്തുകളെ, ദിക്റുകളെ, സ്വലാത്തുകളെ ഇവർ ഷൂട്ടിംഗ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ എവിടെ നിന്നാണ് ഫലം കിട്ടുക? ഏത് രീതിയിലുള്ള ഔലിയാക്കന്മാരെയാണ് റെഡിയാക്കേണ്ടത്, റെഡി ആവുന്നത്? ഇത് ഈ മൊബൈൽ കാലത്ത് മൊബൈൽ ഔലിയാണോ, അതല്ല യൂട്യൂബ് ഔലിയാണോ? എന്താ അവസ്ഥ? നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.